ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താ പറയുക മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ റൂൾസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അതായത് ഡാഷ് ക്യാമറ ഇപ്പോൾ നിർബന്ധമാക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ടാക്സിക്കാർക്കും അതായത് റെന്റഡ് വെഹിക്കിൾസിനും ബസ്സിനും ഒക്കെ ഇപ്പോൾ നിർബന്ധമാക്കാൻ പോകുന്ന ഒരു സർക്കുലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ എന്താ പറയുക നോർമൽ വെഹിക്കിൾസിനും ഇതുപോലെ റൂൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉടായ്പ കുറേ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കാറ് വാങ്ങിച്ചപ്പോൾ സമയത്ത് തന്നെ ഡാഷ് ക്യാമറ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോഴാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡാഷ് ക്യാമറ മാത്രമേ ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഫ്രണ്ടിനും റിയറിനും ഉള്ള അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ റീസെൻ്റ്ലി എൻ്റെ 17 ഡാഷ് ക്യാമറയാണ് ഇത്ര കാലം ഞാൻ ഉപയോഗിച്ചു. ഓൾമോസ്റ്റ് ഒരു 6 കൊല്ലമായി. സാധനം ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യൂബോൻ്റെ എന്ന് വെച്ചാൽ ഹീറോ ഗ്രൂപ്പുകാരാണ് ഈ ക്യൂബോ എന്ന് പറയുന്നത്. അവരുടെ പ്രോ എന്ന് പറഞ്ഞൊരു ഡാഷ് ക്യാം പ്രോ എന്ന് പറഞ്ഞൊരു മോഡലാണത്. ഇത് എനിക്ക് തോന്നാൻ 3500 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഇവരുടെ തന്നെ ക്യൂബൻ്റെ തന്നെ ഒരു എയർ പ്യൂരിഫയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് അത് ഒരു വീഡിയോ കാണിക്കാട്ടോ. എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പം നല്ല പൊടി, ഒരു രക്ഷയില്ലാത്ത പൊടി. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലടക്കം എന്താ പറയുക എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ട്. അമ്മാതിരി പൊടിയാണ്. ഇപ്പോൾ കേരളത്തിൽ നല്ല പോലെ 2.5 ഇതൊക്കെ കൂടി തുടങ്ങി. എയറിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു തുടങ്ങി ഭയങ്കരമായിട്ട്. അപ്പോൾ ഡാഷ് ക്യാമറ ഭയങ്കര നിർബന്ധമാക്കി ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ പറയുക ആസ്മാറ്റിക് സംഭവം പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അലർജി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആവശ്യം വരും, ഉറപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാനും അതുപോലെ തന്നെ കാറിൽ ഫിക്സ് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിക്സിങ് ഇത് ഞാൻ ആക്ച്വലി നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ഫിക്സ് ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ അവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ഹൈഡ് ചെയ്തിട്ട് വയർ ഇട്ട് തരും. ഇത് പക്ഷേ നമുക്ക് ജസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിലും വെക്കാൻ സാധ്യതയുണ്ട്. ബാക്കിൽ വെക്കണമെങ്കിൽ പക്ഷേ നമുക്ക് എന്തായാലും ഒരു ഉള്ളിൽ കൂടെയൊക്കെ വയറിടേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വെക്കുന്നതിലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബോക്സാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഡാഷ് ക്യാം പ്രോ എക്സ് എന്നൊരു മോഡലാണ്. എവിഡൻസ് നമുക്ക് കാർ ആക്സിഡൻസിനും സംഭവത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. അതുപോലെ തന്നെ പ്രൊവൈഡ് പ്രൂഫ് ടു ക്ലെയിം ഇൻഷുറൻസ്, ജേർണി വ്ളോഗിങ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ റൊട്ടേറ്റബിൾ ടൈപ്പാണിത്. പിന്നെ എവിഡൻസ് അഗെയിൻസ്റ്റ് ഇൻകറക്റ്റ് ചലാൻ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈ ക്ലാരിറ്റി വീഡിയോ ക്യാപ്ചർ, 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ. സൂപ്പീരിയർ നൈറ്റ് വിഷൻ, അതുപോലെ തന്നെ ടൈം ലാപ്സ് വീഡിയോ ആണ്. വീഡിയോ ലാൻഡ് കവറേജ് എടുക്കാൻ പറ്റും. വൈഡ് ലാൻഡ് കവറേജ് ആണ്. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഓൺ ഡിമാൻഡ്, അതായത് എമർജൻസി വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന സംഭവമുണ്ട്. നമുക്ക് 1 TB വരെ SD കാർഡ് സപ്പോർട്ടറാണ്. സൂപ്പർ കപ്പാസിറ്റർ അവൈലബിൾ ആണ്. അതായത് ചെറിയ ഒരു നമ്മൾ കാർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ടൊരു റെക്കോർഡിംഗ് കിട്ടും നമുക്ക്. പിന്നെ ഡിറ്റാച്ചബിൾ ഡിസൈനാണ്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. ഇതിന് ബാക്ക് സൈഡിൽ MRP കൊടുത്തിരിക്കുന്നത് 6000 രൂപയാണ്. പക്ഷേ ഇതിപ്പോൾ ആമസോണിലൊക്കെ 3000 രൂപ ആ റേഞ്ചിലേക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് മാനുഫാക്ചർഡ് ബൈ ഹീറോ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ, കൺട്രി ഓഫ് ഒറിജിൻ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലൂ, ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രീൻ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുണ്ട്. ഇത് ബ്ലൂ കളറാണ് കേട്ടോ. ഇതാണ് ബോക്സ്. ഇതിനൊരു ആപ്പും ഉണ്ട്, ക്യൂബോ പ്രോ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഞാൻ സർട്ടിഫിക്കേഷൻസ് കുറേ എടുക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ഞാൻ NISM സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സെബിയുടെ. അപ്പോൾ ഞാൻ ഇതിന് ഇവിടെ ഒരു സീലുണ്ട് കേട്ടോ. ഞാൻ സീൽ കണ്ടിട്ടുന്നില്ല. ഇവിടെ ഒരു സീല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യൂബോന് അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട്. ആമസോണിലൊക്കെ 1 ഡേ ഡെലിവറി അടക്കം വരുന്നുണ്ട്. അലമ്പാവുന്നുണ്ട്. ഇത് നമുക്ക് ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്കിത് മിക്കുന്ന അലമ്പാവാനുള്ള ചാൻസ് ഒക്കെ കാണാനുണ്ട്. പിന്നെ ഇത് ആകെ ഒരു സീലുണ്ടോ, ഈ സൈഡിൽ മാത്രമൊരു സീലുള്ളൂ. ഞാനത് കട്ട് ചെയ്തു. പിന്നെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. പോരട്ടെ. ഓല 2 സൈഡിലും ഉണ്ട്. പിന്നും തെറ്റി. ഇവിടെ ഉണ്ട് ഒരു സീലേ. സെയിം ആണ്, ഒരു പേപ്പർ സീൽ പോലത്തെ സാധനമാണ്. ഇനി നിങ്ങൾ ഓൾറെഡി ക്യൂബോൻ്റെ ചിലപ്പോൾ CCTV ക്യാമറാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പണ്ട് തൊട്ട് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. TP ലിങ്കിൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതാണ്. TP ലിങ്ക് പക്ഷേ ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് കേട്ടോ. ക്യൂബോൻ്റെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒരു ചാർജർ, നമുക്ക് സിഗരറ്റ് ലൈറ്റർ കേബിളിൽ കണക്ട് ചെയ്യുന്ന മോഡലാണത്. അപ്പോൾ ഇതെനിക്ക് ആവശ്യമില്ല, എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഡിവൈസ്. അത്യാവശ്യം നോർമലി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 70 ആണ്. 70 ഡിസ്പ്ലേ ഉള്ള മോഡലാണ്. അതിനായിട്ട് പക്ഷേ വലുതാണ് കേട്ടോ ഈ സാധനം. പിന്നെ നമുക്ക് ബോക്സിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാര്യമായിട്ടൊന്നും ഇല്ല. കണ്ടോ, ഇതിനുള്ളിൽ നമുക്ക് ഈ ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. പിന്നെ കേബിൾ താഴെ ഉണ്ടായിരിക്കും. അത്യാവശ്യം വലിയൊരു കേബിൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് Type C അല്ല കേട്ടോ. Type മൈക്രോ USB ആണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന Type A to മൈക്രോ USB കേബിളാണ് വരുന്നത്. അത് നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കതിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ടൂളും വരുന്നുണ്ട്. ഇതുണ്ട്, ഇങ്ങനൊരു ടൂള് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റിക്കർ, ഒരു 3M സ്റ്റിക്കർ, പിന്നെ ഒരു
ഇത് ഞാൻ കാണിച്ചാൽ അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമുണ്ട്, കുറേ പേർക്ക് അറിയില്ല. ഇങ്ങനൊരു ഫിലിമും വരുന്നുണ്ട്. അതായത് ഈ ഫിലിം ഒട്ടിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇത് വിൻഷീൽഡും ഒട്ടിക്കുക, ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ സാധനം ഒട്ടിക്കാൻ. അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇതെനിക്ക് ആവശ്യം വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമുക്കിതിൽ വെക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. എന്തായാലും ഓൾറെഡി 70 അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതേപോലെ തന്നെ തിരിച്ച് വെക്കാം. വേറെ ഒന്നും ഇല്ല, അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ബോക്സിൽ. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് സിഗരറ്റ് ലൈറ്ററിൻ്റെ ചാർജറും വേണ്ട. എൻ്റെ ഓൾറെഡി 2-in-1 ചാർജർ വരുന്നുണ്ട്. ഇത് നമുക്ക് സിംഗിൾ ഹോൾഡർ മാത്രം വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഡിവൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡിവൈസിലേക്ക് പോകാം. ഇങ്ങനെയാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, വലിയ കാര്യമായിട്ട് വെയിറ്റ് ഒന്നുമില്ല. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ക്യൂബോൻ്റെ ബാൻഡിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്കൊരു സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഇത് എക്സ്ട്രാ നമുക്ക് ഓൾറെഡി ഒരു എക്സ്ട്രാ ഇത് ഒട്ടിക്കാൻ തന്നിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇത് വേറെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നമുക്കിത് ആവശ്യമില്ല. ഇപ്പോൾ എക്സ്ട്രാ ഓൾറെഡി ഇതും ഓൾറെഡി ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അതിൻ്റെ അത് ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ക്യാമറയും ഒരു ഫിലിം വരുന്നുണ്ട്, അത് കളയാൻ മറക്കരുത്. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഹീറ്റ് വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്വിച്ച്, പവർ ഓൺ സ്വിച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട് കണ്ടു. പിന്നെ നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ നമുക്ക് പവർ കൊടുക്കാനുള്ള സ്ലോട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, ഓൾറെഡി നോർമലി നമുക്ക് ഇതിന് ഡിസൈനായിട്ട് സെപ്പറേറ്റ് SD കാർഡുകളുണ്ട് കേട്ടോ. നമുക്ക് ചൂട് പ്രത്യേകിച്ച് നിങ്ങൾ കുറേ കാലം ഒരു ദിവസത്തിൽ കുറേ നേരം വണ്ടി ഓടിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ചൂടിലൊക്കെ നിങ്ങൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള SD കാർഡ് ഇടാൻ മറക്കരുത്. നോർമൽ SD കാർഡ് ഇട്ടാൽ സാധനം അടിച്ച് കൂട്ടാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഈ വയറിങ് കേബിളിങ് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്തായാലും എൻ്റെ SD കാർഡൊക്കെ നമ്മുടെ കാറിലാണ്. അപ്പോൾ അത് നമുക്ക് ഞാൻ കാറിലും ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൻ്റെ വയറും കാറിലൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആപ്പിൽ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്കിത് കാറിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മുടെ ഈ പവർ നമ്മുടെ ഇതിൽ കുത്തിയിട്ട് ഈ പോർട്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ട. എന്തായാലും നമുക്കിതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുത്തി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തിയിട്ടാണ്. അപ്പോൾ ഇത് ബൂട്ടിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, നമുക്കിത് അങ്ങനെ വേണം റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ ഇത് ഊരെടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഊരെടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഊരിച്ച് വെക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഇടാം. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഇനി ക്യൂബ ആപ്പിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്യട്ടെ. അപ്പോൾ നേരെ നമ്മുടെ ഈ വൈഫൈയിൽ പോവാം. വൈഫൈയിൽ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വൈഫൈ നെറ്റ്വർക്ക് കാണും. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1 2 3 4 5 6 8 ആണ്. 8 വരെയാണ് നമുക്ക് അതിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആപ്പിലേക്ക് വന്നാൽ മതി. ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിൽ നമ്മുടെ ഏതാ ക്യാമറ സെലക്ട് ചെയ്യുക. സെർച്ചിങ് ഫോർ യുവർ ക്യാമറ എന്ന് ഇവിടെ കാണിക്കും കണ്ടു. അപ്പോൾ ട്രൈ ആക്കുകയും ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മുടെ ആ വൈഫൈയിൽ തന്നെ ഏതുനേരം കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മാറി, ഇപ്പോൾ എൻ്റെ നോർമൽ വൈഫൈയിൽ കണക്ട് ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഇങ്ങനെ അതിൽ തന്നെ കണക്ട് ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ ആപ്പിൽ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. അതാ ഞാനപ്പോൾ ഇതിൻ്റെ ആപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആപ്പിൽ കാണാം. ഇതാ കണ്ടോ, അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പുറത്ത് പോലും അല്ല, എന്നിട്ട് പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി കാറിൽ വെച്ചിട്ട് ഇതിൻ്റെ മെമ്മറി കാർഡിലത്തെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്വാളിറ്റി സംഭവമൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, വീഡിയോൻ്റെ എൻഡിൽ കാണിച്ചു തരാം. നമുക്കെന്തായാലും ഇതിൻ്റെ തൽക്കാലം ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ ആപ്പിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 70 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിതിൽ ഗാലറി വരുന്നുണ്ട്, ഓൺ ഡിമാൻഡും അതുപോലെ ഫോട്ടോ ക്യാപ്ചറും അതുപോലെ തന്നെ ഡേറ്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ട്രിപ്സും റെക്കോർഡിങ്ങും സംഭവമൊക്കെ വരെ കാണിക്കാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ കോൾ റെക്കോർഡിംഗ്, ഓഡിയോ അലേർട്സ്, സ്പീക്കർ വോളിയം മീഡിയം വേണോ നമുക്ക് എന്തായാലും ഹൈ കൊടുക്കാം. എന്തായാലും ഇതിൽ ഡിസ്പ്ലേ ഇല്ലോ. പിന്നെ വീഡിയോ റൊട്ടേഷൻ വേണമെങ്കിൽ അതുണ്ട്. SD കാർഡ് സ്റ്റോറേജ് SD കാർഡ് എടുത്തിട്ടില്ല. പാർക്കിംഗ് മോണിറ്ററിംഗ് വേണമെങ്കിൽ അത് ഓൺ ചെയ്യാം. കണ്ടോ, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് സേവർ അത് ആ മോഡിലേക്ക് കയറിക്കോളും ഓട്ടോമാറ്റിക്കലി. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വേണമെങ്കിൽ അതുണ്ട്. ഫാക്ടറി സെറ്റ് ടൈം സോൺ അതിൽ ഓട്ടോമാറ്റിക്കലി സെറ്റായിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ നോക്കി നോക്കാം. അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെറ്റിങ്സിൽ വരുന്നുണ്ട്. അപ്പോൾ സംഭവം കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി കാറിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കാറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ ഓൾറെഡി വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 70 പോപ്പി. ഞങ്ങൾക്ക് നമ്മുടെ പോപ്പിക്കുട്ടൻ അലമ്പുണ്ടാക്കാൻ വരുന്നുണ്ട്. കാർ തുറന്നപ്പോൾ ഒരുവൻ
അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾറെഡി ഉപയോഗിക്കാറുള്ള 70mm സാധനം. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ പരിപ്പളകാരമായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഊരി മാറ്റിയാണ് കേട്ടോ. ഞാനത് നോർമലി നമ്മുടെ ഇതിനുള്ളിൽ കൂടെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് ഞാൻ ഫ്രണ്ടിൽ മാത്രമല്ല വെച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വയർ കുറച്ച് ഇത്ര ലെങ്ത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി അതിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ സാധനങ്ങളൊന്നും എടുത്ത് കളയണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒട്ടിക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കണ്ടു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് 70mm ആയിരുന്നു. അപ്പോൾ അത് 70mm അത് ഊരിയിട്ട് വേണമെങ്കിൽ വെച്ച് ഒട്ടിക്കാൻ. അപ്പോൾ നമ്മൾ ഡാഷ് ക്യാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണി എടുത്തു നോക്കിയാൽ പഴയത് ഊരി ഫിറ്റ് ചെയ്യാൻ. ഈ ഫിലിം ഒട്ടിക്കാൻ മറക്കരുത്, എപ്പോഴും മറക്കരുത്. നിങ്ങൾ ഡാഷ് ക്യാം പൊട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫിലിം ഉണ്ടായിരിക്കും, അത് ഒട്ടിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഡാഷ് ക്യാം പൊട്ടിക്കാൻ. ഡയറക്റ്റ് നമ്മുടെ വിൻഷീൽഡും ഒട്ടിക്കരുത്, പണി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊരു എയർ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ പോകാൻ സാധ്യതയുണ്ട് ചൂട് വരുമ്പോൾ. പക്ഷേ സംഭവം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡാഷ് ക്യാം ഒട്ടിച്ച് വെക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്കും അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിമിനൊക്കെ ഈ സാധനം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ തന്നെ ബാംഗ്ലൂരും ഒക്കെ ഇഷ്ടം പോലെ ഉഡായ്പ്, ബാംഗ്ലൂരില്ല കേരളത്തിൽ തന്നെ ഉഡായ്പ് ആക്സിഡൻറ്റ് ആൾക്കാർ മുമ്പിലേക്കായിട്ട് കാശ് വാങ്ങിക്കാനുണ്ട്, കുറേ ഉഡായ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനത്തെ സമയത്തൊക്കെ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബൈക്കാരൻ വന്നിടിച്ചാൽ തന്നെ ആൾക്കാർ പറയാം എപ്പോഴും കാറുകാരുടെ കുറ്റാന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ അതുകൊണ്ടാണ് 6 കൊല്ലമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ കേടായപ്പോൾ മാറ്റി വയ്ക്കാനും. അപ്പോൾ അന്ന് ഇത്ര അധികം ബ്രാൻഡുകൾ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് 70mm എന്ന് പറയുന്നത് ഇപ്പോഴും അവൈലബിൾ ആണ്. 70mm എന്ന് പറയുന്നത് നമ്മുടെ ഷയോമിയുടെ ഒരു സബ് ബ്രാൻഡാണ്. അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നമ്മുടെ ഹീറോ ഗ്രൂപ്പുകാരുടെയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നത്. അത്യാവശ്യം റേറ്റും കുറവാണ്. നമുക്ക് 2K റെസൊല്യൂഷനിൽ എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. 2K ഉണ്ട്, 1080p ഉണ്ട്, 4K ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കണക്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത് നോർമൽ കണക്ട് ചെയ്യാൻ നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് അതിൻ്റെ നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ വൈഫൈ വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ എടുക്കാം. മാക്സിമം ഇത് 1 TB വരെ നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ഞാൻ എന്താ 64 GB ആണ് ലൂപ്പ് റെക്കോർഡിങ് വരെ. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് അധികം നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി വർക്ക് ഫ്രം ഹോം ആണ്. അധികം വണ്ടി പുറത്തേക്കൊന്നും എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 64 എൻ്റെ പഴയ ഡാഷ് ക്യാമറയുള്ള അതേ മെമ്മറി കാർഡ് എടുത്തിട്ടെന്ന് മാത്രമല്ല. മെമ്മറി കാർഡ് ഇടുമ്പോൾ ഇതിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് മെമ്മറി കാർഡ് എടുത്തിട്ട് ഇടാൻ മറക്കരുതിട്ടാ. ലോക്കൽസ് നോർമൽ മെമ്മറി കാർഡ് എടുത്ത് SD കാർഡ് എടുത്ത് വേഗം കേടായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കണം. ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ക്യൂബാൻ്റെ ഒരു എയർ പ്യൂരിഫയറും വെച്ചിട്ടുണ്ടെന്ന് കണ്ടു. ഇതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കണ്ടുപോകുക. ഇത് നമുക്ക് അത്യാവശ്യം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബണ്ടിൽ ഓഫർ പോലെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.